ബ്രാൻഡ് എൻഡോസ് ഒക്കെ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആള് അന്ന് ഭയങ്കര പ്രതീക്ഷ ആളുകൾക്ക് അവരില്. ആ സമയത്താണോ ചെയ്തെന്നറിയില്ല, കാമസൂത്രയുടെ ആടൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്തു, ആ സമയത്ത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞു 1997. യെസ്, ഫൈൻ. ഇപ്പൊ ഒരു ഇന്റർവ്യൂല് ചോദിക്കുകയാണ് എന്താണ് ആ ആഡിനെ പറ്റി ചോദിക്കുന്നത്, വിചാരിക്കുന്നത് മനസ്സിലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും ചെയ്യാൻ തന്നെ. അല്ല, അന്ന് എനിക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊരു ഉത്തരം പറയുന്നത് ഞാൻ കേട്ടത്. ഇത് ഇന്റലിജന്റ് അല്ലേ? ഇത് ഇന്റലിജന്റ് ആണ്. ഞാൻ പറയാൻ പോകുന്നത് ഇനിയും ഇന്റലിജന്റ് ആണ്. ഞാൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ്. കാരണം എല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സേഫായി ചെയ്യാൻ നോക്കുക. കറക്റ്റാ. അത് എന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്. ഒരു ജേർണലിസ്റ്റ് വീട്ടിൽ കയറിയിട്ട് മൂപ്പരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നില്ലേ നമ്മൾ മലയാളികൾ അങ്ങനെ പറഞ്ഞ അച്ഛൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ മകൾ ഒരു കോണ്ടത്തിന്റെ ആഡിൽ ഫീച്ചർ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് കയറിയപ്പോ അച്ഛൻ പറഞ്ഞു എന്താ അവളുടെ ജോലി ചെയ്യല്ലേ, അവൾ എന്തെങ്കിലും ഇതുണ്ടോ, പിന്നെ സേഫ് സെക്സ് അല്ലേ പറയണത്, സോ ഹാവ് സേഫ് സെക്സ്. അന്ന് നിരോധം നടക്കുന്ന സമയമാണ്. ഫുൾ ഗവൺമെന്റ് വരെ നിരോധ് എല്ലാത്തിലും ആഡ് ഉണ്ടായിരുന്നു. നിരോധ് തിയേറ്റർ അത് അത് കഴിഞ്ഞ് 1997 ഞാൻ കാമസൂത്ര ആഡ് ചെയ്യുന്നത്. എപ്പോഴും ആലോചിക്കണം, എൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ വിൽ യു ഡു ദിസ് അഗൈൻ, വൈ നോട്ട്? ഐ ഡോണ്ട് റിഗ്രറ്റ് മൈ മിസ്റ്റേക്ക്. ഇത് ഒരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് വരുന്ന അതോ? അത്രേ ഉള്ളൂ, ഫുൾ സ്റ്റോപ്പ്, കോമയല്ല. ഇറ്റ്സ് മൈ ജോബ് വിഷ്ണു. ആസ് എ ജോബ് ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ ജോബ്. എനിക്കൊരു ക്യാരക്ടർ നിങ്ങൾ പറയുന്നു, ഈ ക്യാരക്ടറിന് ഇങ്ങനെയാണ് വേഷം, അല്ലാതെ ഇങ്ങനെയാണ് ആ ഒരു സ്ത്രീ, അല്ലാതെ ഇത് ഇപ്പൊ ഞാൻ ഒരു ആൺ വേഷത്തിൽ ഒരു ഫുൾ പടം ചെയ്തില്ലേ. അപ്പൊ അത് ചെയ്ത സമയത്ത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഡയറക്ടർ വന്നിട്ട് പറയുന്നു ഐ വോണ്ട് യു ടു ആക്ട് ലൈക്ക് എ മാൻ ഇൻ ദ ഹോൾ ഫിലിം. വൈ നോട്ട്? നമ്മൾ ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ നമുക്ക് ധിക്കരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, യു ഫീച്ചേർഡ് ഇൻ എ കപ്പിൾ ഓഫ് ഇറോട്ടിക് ഫിലിംസ്, അല്ലെങ്കിൽ അതിനകത്ത് ഇറോട്ടിസം ഉണ്ട്. കയത്തില് ആ സീക്വൻസിൽ ഇറോട്ടിക് ഉണ്ട്, അല്ലെങ്കിൽ രചനാപരത്തിലുണ്ട്. അതല്ല പടം. ഇത് വർക്കാവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ ഇറോട്ടിക് ആയിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കും ആ ബോധ്യം ഉണ്ടാവണല്ലോ. ഇതിനെന്താ ശ്വേതവന അന്ന് ചെയ്തിരുന്നു? ഡയറക്ടർ പറഞ്ഞ കാര്യം കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ല അന്ന് ഇറോട്ടിക്ക വായിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇറോട്ടിക്ക വായിക്കേ, എന്തിനു വായിക്കണം? ഒരു ഇമാജിനേഷന് വേണ്ടി. പിന്നെ ഈ 100 ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇരുന്ന് വായിച്ചിട്ട് മോനെ ഇന്ന് ഞാൻ ഇവിടെ ഉമ്മ തരും അവിടെ ഉമ്മ തരും ഇതൊന്നല്ല. ഡയറക്ടർ പറയും ഇവിടെ കഴുത്ത് വെക്കണം, അവിടെ വെക്കണം, ഇങ്ങനെ ചെയ്യണം, ഈ ആംഗിളാണ്, അങ്ങനെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഷൂട്ടിംഗ് സമയത്ത് എറോട്ടിസം എന്ന് വരും? ഒന്നും വരില്ല. ഈ എറോട്ടിസമിന്റെ വരെ വരില്ല. ഒരു ജോബ് പോലെ ജോബ്. ഒരു എല്ലാം ആക്ടിങ് ഈസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ ടു കട്ട്, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തില്ല. ഒരു ആർട്ടിസ്റ്റും അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കില്ല. അതിൻ്റെ സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് വെരി ക്ലിയർ. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അല്ല ഇതല്ല. അപ്പോൾ എനിക്ക് റൊമാൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ അങ്ങനെ. നമുക്ക് റൊമാൻസ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ഐ വോണ്ട് ടു ഗെറ്റ് മാരിഡ് ടു സംബഡി. അത് നടക്കില്ല. എനിക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ പ്ലസ്സസ് ആൻഡ് മൈനസ്. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു ഔട്ട്ഡോർ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫ് ഇല്ല. യുനോ, യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ട് നമുക്ക് ആ ആക്ഷൻ ആൻഡ് കട്ടിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. ദാറ്റ് ഹാസ് നത്തിങ് ടു നമ്മുടെ റിയാലിറ്റിയിൽ അതൊന്നുമില്ല. ദർ ഇസ് നോ സ്റ്റാർട്ട് ക്യാമറ ആൻഡ് ദർ ഇസ് നോ കട്ട് ഇൻ റിയൽ ലൈഫ്. സിനിമയിൽ നമുക്കതാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇത്രയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ക്യാരക്ടറിന് വേണ്ടി. ഇറോട്ടിസം ദാറ്റ് മച്ച്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ലെസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആര് ചെയ്യും? ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് എന്നുള്ള കൊറിയൻ സിനിമയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതാര് ചെയ്യും നമ്മൾ ആലോചിക്കും. പലരുടെ പേര് വന്നാൽ ഇവരൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ഫിലിമോഗ്രഫിയെ ബാധിക്കും. ശ്വേതാ മേനോൻ എന്നാണ് പലപ്പോഴും പേര് ഓർമ്മ വരിക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആലോചിക്കുമ്പോൾ. ഇതൊരു ഞാനായിട്ടുള്ള ഒരു വൺ പീസ് ഓപ്ഷൻ അങ്ങനെ ആലോചിക്കാനല്ലോ ശ്വേതാ മേനോൻ സ്വയം? അല്ലല്ല. അങ്ങനെ ഉണ്ടോ? എടുക്കോ? അത് സി പീപ്പിൾ തിങ്ക്. ഇപ്പൊ എനിക്ക് എങ്ങനെ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാം? ഞാനല്ലല്ലോ. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അല്ല എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹാൻഡ് മെയ്ഡ് പോലെ ഒരു സിനിമ എൻ്റെ അടുത്ത് വന്നാല് വൈ ഷുഡ് ഐ സേ നോ? പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഡയറക്ടർ അല്ലേ, ആടെ കഴിവല്ലേ. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് അല്ലാതെ എനിക്ക് പോസിറ്റീവ്, ഇറോട്ടിസം അല്ലാതെ പാവപ്പെട്ട എന്ത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ ടൂൾ ആരുടെ കയ്യിലാണ്?
ഡയറക്ടറിൻ്റെ കൈയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഞാൻ എറോട്ടിസം അങ്ങനെയല്ലല്ലോ. ആ ക്യാരക്ടറിന് എറോട്ടിസം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ചോയ്സും ഉണ്ട്, സിനിമയുടെ ചോയ്സും ഉണ്ട്. പുറത്താളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെ ഈ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡിൽ തന്നെ എടുക്കുമായിരുന്നു. മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ കമന്റ്സ് നെഗറ്റീവ് എല്ലാം വായിക്കുമ്പോൾ ഇപ്പോഴല്ല ഞാൻ 20s ബോളിവുഡിൽ പോയിട്ട് ഡാൻസ് നമ്പർ ഒക്കെ ചെയ്യാം. അതൊരു ഒരു സാധ്യത പോലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെയാ മാനേജ് ചെയ്തത്? അഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മിസ് ഇന്ത്യ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോളിവുഡിൽ പോണത്. ഐറ്റം നമ്പേഴ്സ് ചെയ്യണോ സിനിമ ചെയ്യണോ അതൊക്കെ എന്റെ തീരുമാനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അല്ലല്ല, എനിക്ക് എന്റെ അച്ഛനമ്മേനെ പോറ്റാനൊന്നുമില്ല. എന്റെ അച്ഛൻ വാസ് എൻ എക്സ് സർവീസ്മാൻ. ആ മൂപ്പർക്ക് നല്ല പെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പൊ എനിക്ക് അവരെ നോക്കാനൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല, ഞാൻ എൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം മറ്റേ ട്രാവൽ എന്നോ. സോ കുറെ ട്രാവൽ ചെയ്തു, കുറെ എന്താ പറയാ, കുറെ പ്ലേസ് എല്ലാം കാണാറുണ്ടായിരുന്നു. നമ്മളുടെ നോ ഐ ഡോണ്ട് ഡ്രിങ്ക്. സോ ഐ ലവ് ലൈഫ്. ലൈഫിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഞാൻ എൻ്റെതായ ലോസിൽ പോയ ആളാണ്. അങ്ങനെയല്ല ദാറ്റ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ലോസിൽ പോയിട്ടുണ്ട്. ആ ലോന്ന് പൊങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറി അത് കഴിഞ്ഞ് ആ രീതിയിൽ ഒരു ദിസ് ഇസ് എ കൾട്ടിവേറ്റഡ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഇപ്പോഴത്തെ. ബ്രിക്ക് ബൈ ബ്രിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിട്ടല്ല. ഐ ഹവ് ഗോൺ ത്രൂ മൈ ലോസ് ആൻഡ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് എന്താണ് റോക്ക് ബോട്ടമിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബൗൺസ് ബാക്ക് ആയത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന് പോസിറ്റീവായിട്ട് എടുത്താൽ തിങ്സ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ കുറേ ആൾക്കാർ കുറയും. നമ്മുടെ ഡ്രോയിങ് റൂം ആദ്യം ഭയങ്കര നിറഞ്ഞിട്ടായിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിങ്ങനെ കുഴഞ്ഞു കുറച്ച് ആൾക്കാരാണ്. ആ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. നമുക്ക് കുറേ ഉണ്ടാവുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആവുക. ലെസ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾവേസ്. എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു സമയം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഒന്നും പറയാതെ എല്ലാം പറയാൻ പറ്റുക, അതാണ് ഏറ്റവും പ്ലസ് ഉണ്ടാവുക. ആളുകളെയും കിട്ടും. അത് ആലോചിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മാനിഫെസ്റ്റ്. You believe in manifesting? Of course, I manifest. ഏറ്റവും വലുതായിട്ട് അങ്ങനെ ആഗ്രഹം മാനിഫെസ്റ്റ്? മോള്. I wanted a daughter, I got a daughter. I wanted a husband who was a good human being. I got my husband. You adore after a failed marriage. What point did you believe or you thought നമുക്ക് ഫെയിലിയേഴ്സിനെ പറ്റി സംസാരിക്കാം? I can talk any day. അത് അങ്ങനെ എല്ലാ ആളുകളും വോക്കലാവില്ലല്ലോ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്. എന്തിന്? അവര് പാവാത്തോണ്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യും? I believe in saying that I am a human being. എനിക്ക് തെറ്റ് ചെയ്യാനുള്ള ഫുൾ ലൈസൻസ് ഉണ്ട്. പക്ഷെ അതിന് ഓവ് ചെയ്യാനും ഒരാളാണ്. I accept my faults. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ ബുദ്ധി ആയ ഒരാളല്ലല്ലോ നമ്മൾ ആവുക. ഓരോരോ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഐ കെയിം ഫ്രം എ വെരി ഫുൾ ഡ്രോയിങ് റൂം. Now I have very few people to sit on my drawing room. Now I have a big hall, but I have a very minimal seats. Nice.